ലോകത്തെ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ദുബൈയിൽ ഒത്തുകൂടി. RTA സംഘടിപ്പിക്കുന്ന വേൾഡ് കോൺഗ്രസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ടിലാണ് കമ്പനികൾ പങ്കെടുത്തത്. ഡ്രൈവറില്ലാ കാറുകളും ബോട്ടുകളും തുടങ്ങി പറക്കുന്ന ടാക്സികൾ വരെ വേദിയിൽ പ്രദർശിപ്പിച്ചു. ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പുതിയൊരു ലോകം തുറക്കുകയാണ് ദുബൈ. വേൾഡ് കോൺഗ്രസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് പൂർണ്ണമായി ഓട്ടോണമസായി പ്രവർത്തിക്കുന്ന ഒരു റോബോ സ്വീപ്പറാണ് ഈ കാണുന്നത്. ഒരു നഗരത്തെ വൃത്തിയാക്കാൻ മറ്റാരുടെയും സഹായമില്ലാതെ ഈ ഒരു റോബോ സ്വീപ്പറിന് കഴിയും. ഒരു കപ്പിത്താനുമില്ലാതെ കടലിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കാൻ കഴിയുന്ന ഒരു ഓട്ടോണമസ് ബോട്ടാണ് ഈ കാണുന്നത്. ഒരു റോബോ ബസ്സാണിത്. നാളെ ദുബൈയിൽ ഇത് കാണാനുള്ളതാണ്. ദുബൈ RTA ആണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ഈ വാഹനത്തിന് നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ദുബൈയിൽ വരാൻ പോകുന്ന എയർ ടാക്സികൾ എങ്ങനെയായിരിക്കുമെന്ന് വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി സന്ദർശകരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിവിടെ കാണാം ആളുകൾ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു എയർ ടാക്സിയുടെ ഈ ഒരു രൂപത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. We're an all-electric vertical takeoff and landing air taxi designed for going within cities. So specifically, let's say the Marina to Dubai Airport. It's 6 propellers in 4 passengers and a pilot. We are ഇവിടെ യൂസ് ചെയ്ത് നോക്കി ഏരിയൽ ടാക്സി. ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ വരും എന്നുള്ള ഒരു നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫീലുണ്ട്. നല്ല ദുബായ് ഒരു വേൾഡ് ഹബ്ബ് ആണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് UAEയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ എയർ ടാക്സികൾ. 2 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഫ്യൂച്ചർ ടാക്സികളുണ്ട്. മികച്ച ഫീച്ചറുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. നാളത്തെ ലോകം എങ്ങനെയാണെന്ന് കാട്ടിത്തരികയാണ് ദുബൈ. ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ വൺ.